ചില കള്ളന്മാരൊക്കെ സ്വയം വാദിക്കുമെന്ന് എന്നോട് ആരോ പറഞ്ഞു. ആ കള്ളന്മാര് തന്നെ ആയിരിക്കും പറഞ്ഞത്. ചിലപ്പോ അവരായിരിക്കും. കള്ളന്മാരോ? കൗതുകം നഷ്ടപ്പെട്ട കാഴ്ചകൾക്ക് എനിക്ക് താല്പര്യമില്ല. ഓ, നീ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനാണല്ലോ. അതുകൊണ്ടാണല്ലോ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊല്ലാൻ നീ ഫോസ്ഫറസ് ഉപയോഗിച്ചത്. ശിവദാസ, വേണ്ട. ഞാനിപ്പോ വന്നത് ശിവദാസനോട് എന്നോടൊപ്പം നിൽക്കാൻ പറയാന്. ഒരു സന്ധി. യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാ സന്ധി. ഓ, സന്ധി. ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ തീർത്ത് കിട്ടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നീ ഇവിടെ എന്നെ തേടി വന്നത്. ഇതിന്റെ പേരാണോ സന്ധി? ഓ, രക്ഷകരായിട്ട് പുതിയ അവതാരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു ഭഗവാനും പിന്നെ ഒരു ഇളയ തമ്പുരാട്ടിയും. അവരുടെ സംരക്ഷണയിൽ എന്നും ശിവദാസന് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? താൻ എന്റെ കൂടെ നിൽക്ക്. എന്നിട്ട് ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൊട്ടാരത്തിലെ മണിമാല എനിക്ക് തന്നേക്ക്. ഇല്ലെങ്കിൽ ഈ ജയിലിന്റെ കവാടം കടന്ന് പുറത്തിറങ്ങുന്ന ശിവദാസന് ജീവശ്വാസം എടുക്കാനുള്ള ശേഷി മാത്രം കാണില്ല. മൂക്കിന്റെ ദ്വാരം പഞ്ഞി വെച്ചടച്ച നിലയിലായിരിക്കും. ശിവദാസ, ആരെ ഈ വൈദേഹി തമ്പുരാട്ടി? എന്താ അവരുടെ ആഗമന ഉദ്ദേശം? നരി, ഈ വൈദേഹി തമ്പുരാട്ടിയുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റൊന്നറിയാം. ഒരു കാര്യം ലക്ഷ്യം വെച്ചിറങ്ങിയാൽ അത് നേടിയെടുത്തിട്ടേ ഇളയ തമ്പുരാട്ടിക്ക് മടക്കയാത്രയുള്ളൂ. അത് കൊന്നിട്ടാണെങ്കിലും തിന്നിട്ടാണെങ്കിലും. അതിന്റെ അർത്ഥം? നരി, ഇത് ജയിലാണ്. ഇവിടെ വിസിറ്റേഴ്സിന് അനുവദിക്കുന്ന സമയത്തിന് ഒരു പരിധിയുണ്ട്. അത് നീ തെറ്റിക്കണ്ട. തൽക്കാലം പോകാൻ നോക്ക്. ചിന്നുവിന്റെ LLB പഠനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഉടൻ തന്നെ ചെയ്യണം. അഡ്മിഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ അറിയിക്കണം. ബുദ്ധിമുട്ട് വരുമല്ലോ. അല്ലെങ്കിൽ ഈ രമാദേവി വരുത്തും. സ്വന്തം തന്തയുടെ കേസ് വാദിക്കാൻ അവൾ LLB പഠിക്കാൻ പോകുന്നു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ രമാദേവി ചിന്നുവിന്റെ LLB പഠനം നടത്തിക്കില്ല. രമ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു തമ്പുരാട്ടി. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അല്ല, ഈ കോടതിയിൽ കേസ് വാദിക്കാൻ വക്കീൽ പരീക്ഷയൊന്നും പാസ്സാകേണ്ടതാണല്ലോ കേട്ടത്. ചില കള്ളന്മാരൊക്കെ സ്വയം വാദിക്കുമെന്ന് എന്നോട് ആരോ പറഞ്ഞു. ആ കള്ളന്മാര് തന്നെ ആയിരിക്കും പറഞ്ഞത്. ചിലപ്പോ അവരായിരിക്കും. കള്ളന്മാരോ? എന്താടി എങ്ങനെ? തമ്പുരാട്ടിനെ കുറിച്ച് എന്ത് വിചാരിക്കും? ചിന്നു LLB പഠിക്കുന്നത് വാദിക്കാൻ വേണ്ടി മാത്രമല്ല, അറിവ് നേടാൻ വേണ്ടി കൂടിയാ. ഓ, അങ്ങനെയുണ്ടല്ലേ. ഞാനത് വിട്ടുപോയി. മഹി LLB ഒക്കെ പഠിച്ചതല്ലേ? അപ്പോ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ? അറിയാം. എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടിരിക്കുക. അതെ, എനിക്ക് ആ സത്യപാലം വക്കീലുമായിട്ട് നല്ല ബന്ധുവാ. പണ്ട് ഞാൻ ഷാപ്പി വെച്ച് കൊടുത്തിട്ട് തല സോഡാക്കോപ്പി കൊണ്ട് അടിച്ച് പൊടിച്ചില്ലേ? അന്ന് കേസ് വാദിച്ച വക്കീലേ. ആ വക്കീലിനോട് പറഞ്ഞാൽ ഒരു അഡ്മിഷനൊക്കെ പുഷ്പം പോലെ കിട്ടും. ഇളയ തമ്പുരാട്ടിയുടെ മുമ്പിൽ എനിക്കൊരു വിലയാവും.
അതെടുത്തും കാച്ചിയാലോ കുഞ്ഞോളെ. ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ആ ഭദ്രനിപ്പ എന്താ പറഞ്ഞത്? അയ്യോ ഒന്നുമില്ല നമ്പുരാട്ടി, വയറിനൊരു പെരുക്കം. ഒരു സോഡ കുടിച്ചാൽ കൊള്ളാമെന്ന് പറയായിരുന്നു. അതെ, അജീർണത്തിന്റെയാ. കുനിഞ്ഞു നിവർന്നു നിന്ന് ജോലി ചെയ്താൽ അതങ്ങ് മാറിക്കോളും. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അഡ്മിഷന്റെ കാര്യം അറിയാനല്ലേ പോകുന്നേ? നമ്മൾ നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുന്നു. പ്രിൻസിപ്പലിന്റെ റൂമിലേക്കോ? അതെന്തിനാ? താൻ ഏത് പട്ടിക്കാട്ടിന്നാടോ? അഡ്മിഷന്റെ കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്നല്ലേ? ബുദ്ധൂസ്. താനൊക്കെ പഠിച്ച ഈ കോളേജ് തന്നെ നശിച്ചു പോവും. തനിക്ക് എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തെ. പണ്ട് താൻ പഠിക്കുന്ന സമയത്തോ? താനപ്പ ഈ കാലത്തൊന്നും പഠിച്ചതല്ലേ? അപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ. എന്ത് പറഞ്ഞാലും ഇയാൾ അതിൽ കയറി പിടിച്ചോണം. ഞാൻ പറഞ്ഞത് അതല്ല. പണ്ട് ഏറ്റവും കുരുത്തക്കേടും വൃത്തികേടും കാണിക്കുന്ന കുട്ടികളെയാ പ്രിൻസിപ്പലിന്റെ HM-ന്റെ ഒക്കെ റൂമിലേക്ക് വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാ പിന്നെ പടപടവെന്ന് ചൂരലിന്റെ ശബ്ദമാ. അപ്പൊ തനിക്കൊരുപാട് കിട്ടിക്കാണല്ലോ. എന്റെ കൈയും കാലും ഒക്കെ വിറച്ചു തുടങ്ങി. താൻ വേണമെങ്കിൽ എന്റെ കൈ പിടിച്ചോ? അയ്യേ വേണ്ട, അങ്ങനെ അങ്ങ് ചോദിക്കണ്ട. എന്നായാലും എന്റെ കൈ പിടിക്കേണ്ട പെണ്ണ് തന്നെയാ. താൻ എന്തോ പറഞ്ഞല്ലോ? ഒന്നും പറഞ്ഞില്ലല്ലോ. താൻ ആ ആപ്ലിക്കേഷന്റെ നമ്പർ എഴുതിയ പേപ്പർ എടുത്തൊന്ന് ചോദിച്ചതാ. അതൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നാ വാ. ഗുഡ് മോർണിംഗ് സാർ. ഇതാരും മഹിയോ? ഇരിക്ക്. വേണ്ട സാർ, നിന്നോളാം. മഹി ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് പ്രാക്ടീസിനൊന്നും പോയില്ലേ? ഇല്ല സാർ. സാർ, ഈ അഡ്മിഷൻ സ്റ്റാറ്റസ് ഒന്ന് അറിയാൻ പറ്റുമോ? എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സാർ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഈ കേസിൽ മാനേജ്മെന്റിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇത് നടക്കോ ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റൂ. എന്ന് വെച്ചാ കിട്ടാൻ സാധ്യത ഇല്ലെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്? അതെ, കിട്ടാൻ സാധ്യത കുറവാ. സാർ, ഒരു മിനിറ്റ്.